You are watching TV Next. യോഗത്തിന് സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ സംഘാടകനായ ബൈജു പാറശാല ക്ഷണിക്കുന്നു. കേരള കോൺഗ്രസിലെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി ചെകിട്ട, ബഹുമാനായ കേരള കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനും കഴുതുരുത്തി MLA ശ്രീ മോഹൻ ജോസഫ്, കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര പൊന്നച്ച സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ 20 പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസിലേക്ക് കൂട്ടത്തോടെ കുറച്ച് ആൾക്കാർ ചേക്കേറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഫർട്ട് എടുത്തത്? എന്താണ് ഇതിനുള്ളൊരു കാരണം? തീർച്ചയായും ഞാനൊരു ചെറുപ്പകാലം മുതലേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ കേരള കോൺഗ്രസിലേക്ക് ഒന്ന് പ്രവർത്തിക്കണം, അതിനോടുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ മേഖലയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലം പോലെ ഞങ്ങളുടെ സംഘടനയെ തന്നെ അറിയാമായിരിക്കും VSTP ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ VSTP എന്നുള്ള സംഘടന അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം എന്നൊരു തീരുമാനം ഞങ്ങളുടെ ബഹുമാനായ വിശ്വൻ ചന്ദ്രശേഖരജി പ്രഖ്യാപിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ പലരും പല രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ ചെയ്തു. അതിന്റെ ഭാഗമായി എന്റെ ആഗ്രഹപ്രകാരം UDFന്റെ കലാശിയായ PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് ഞാനത് 1.5 വർഷം മുമ്പ് ഇതിലേക്ക് ചേർന്നാണ്. ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവിടെ മീറ്റിംഗ് എടുത്ത് ഞാൻ ഇതിൽ മെമ്പർഷിപ്പ് എടുത്താണ്. 1.5 വർഷത്തോളമായി ഇന്നുണ്ട്. അപ്പൊ ഈ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത നാളില് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറും മോഹൻ ജോസഫ് സാറും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി ചെക്കിട്ടയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയെ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യപ്രകാരമായിട്ട് ഇപ്പൊ പ്രവർത്തിച്ച് തിരുവനന്തപുരം ജില്ലയിലെ 20 പഞ്ചായത്തുകളിൽ നിന്നും കേരള കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വരും നാളുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ 76 പഞ്ചായത്തുകളിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 76 പഞ്ചായത്തുകളിൽ നിന്നും നിരവധി പേരെ ഈ പാർട്ടിയിലേക്ക് ചേരും. UDFിനെക്കാളും തിരുവനന്തപുരം ജില്ലയിൽ UDFന്റെ മുന്നിൽ, കോൺഗ്രസിന് മുന്നിൽ ഈ പാർട്ടി കേരള കോൺഗ്രസിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ നടപ്പിലാക്കും. ഇലക്ഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ ഒരു സാധ്യത എത്രത്തോളം? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം UDFന്റെ തന്നെയാണ് 99% അല്ല 100% UDFന്റെ തന്നെയാണ് സാധ്യത. കാരണം വരുന്ന ഈ രാഷ്ട്രീയ സാധ്യതയൊക്കെ നമുക്കറിയാം. അഴിമതി അല്ലാതെ വേറെന്താണ് LDF ഗവൺമെന്റ് ഇവിടെ നടത്തുന്നത്? നമ്മൾ കാണുന്നതല്ലേ. കറണ്ട് ബില്ല്, നമ്മളെ ഇലക്ട്രിക് വെളിച്ചത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കറണ്ട് ബില്ല് ഇന്ന് മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം കറണ്ട് ബിൽ ചാർജാണ്. അപ്പൊ ഇതൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര കറണ്ട് ചാർജ്, വാട്ടർ, അതുപോലെ ജീവിക്കാൻ എല്ലാ നികുതികളും, ടാക്സ് ആണെങ്കിലും വണ്ടിയുടെ ആണെങ്കിലും ഒരു വാഹനം എടുത്ത് റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഒരു വാഹനം കൊണ്ട് റോഡിൽ ഇട്ടാൽ ഒരു പാവപ്പെടുന്ന ഒരു വാഹനം ഉപജീവന മാർഗത്തിന് വേണ്ടി റോഡിൽ ഇറക്കിയാൽ MVD പറഞ്ഞേക്കും ബാക്കിൽ നിന്ന് പെറ്റിയടയ്ക്കാൻ. അത് വരുന്ന തുകയോ 5000, 10000, 20000, 30000 ഓരോ പാവപ്പെട്ടവൻ അന്നന്ന് 1000, 500, 300 രൂപയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന എടുത്തുകൊണ്ടിരുന്ന വണ്ടിക്കാണ് ഇത്രയും ഫൈൻ വരുന്നത്. ഒരാളെ കൊണ്ട് കയ്യില്ല, റോഡിൽ വാഹനം ഇറക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ LDFനെ കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുകയാണ്. UDF തീർച്ചയായിട്ടും വരുന്ന ആളുകൾ അധികാരത്തിൽ വരും. UDFന് കരുത്തായി കേരള കോൺഗ്രസ് പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാവും. UDFന് അധികാരത്തിൽ എത്തിച്ചിരിക്കും. അതിനുവേണ്ടി അഹോരാത്രം ഈ കേരള കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളും പ്രവർത്തിക്കും. നല്ലൊരു ആത്മവിശ്വാസം, നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഉത്തേജനം, പിന്നെ നമ്മളെ ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ ഇതിലോട്ട് വന്നു ചേരുകയാണ്. ഒത്തിരി പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് ഇങ്ങോട്ട് ചോദിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അനേകം അണികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ കാലമാണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്ന തിരഞ്ഞെടുപ്പിലും എല്ലാ മേഖലകളിലും കോൺഗ്രസ് തിളങ്ങുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിപ്പം ഈ പാറശാലയിൽ വന്നതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ ഒന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബൈജു ചേട്ടന്റെ ഇതിലാണ് ഞാൻ ഈ പാർട്ടിയിലോട്ട് വന്നത്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തായാലും ഒറ്റക്കെട്ടായിട്ട് ബൈജുണ്ണന്റെ പുറകെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒരു കുടുംബം പോലെയാണ് ഇനി അടുത്ത് ഈ ഇപ്പം മുന്നോട്ടുള്ള പോക്ക്. നമ്മളെല്ലാവരും ബൈജുവിന്റെ ഒപ്പം തന്നെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും അതിനോടൊപ്പം നേതൃത്വം വഹിക്കുകയും ചെയ്യും. 100% അതിന്റെ കുടുംബം തന്നെ കൂടെ നിൽക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതലും ബൈജുവിനോടത്തുള്ള സ്നേഹമാണ് എല്ലാവർക്കും.
കൂടുതലായിട്ട്. അതിൻ്റെ കൂടെ ബൈജു ഏത് പാർട്ടിയിൽ ചേരുന്നു അതിൻ്റെ ആയിട്ടുള്ളൊരു ആത്മവിശ്വാസവും അതാണ് ഏറ്റവും വലിയൊരു അതിൻ്റെ അങ്ങനെ പറയാൻ പറ്റും. നല്ല പ്രതീക്ഷയുണ്ട്. പാർട്ടിക്ക് മുതൽക്കൂട്ടാവും. ബൈജു നല്ലൊരു നേതാവായി വളരണം എന്ന് ആശംസിക്കും. UDFന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. പിന്നെ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലും നല്ല രീതിയിൽ ഒരു ഫൈറ്റിന്റെ ആയിട്ട് മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.